ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗ മഹിയോട് വീണ്ടും പറഞ്ഞു, മഹിയേട്ട എന്നെ ആരോ വീണ്ടും ഗംഗയെന്ന് വിളിക്കുന്നുണ്ട്. മഹിയേട്ടൻ കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ മഹി പറഞ്ഞു, ഇല്ല ഗംഗെ, അങ്ങനെയൊന്നും ആരും വിളിക്കുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ഗംഗെ. മാത്രമല്ല, നിനക്ക് ഇന്ന് ഷോക്ക് അടിച്ചപ്പോഴും പിന്നെ ആ വീഴ്ചയിലുണ്ടായ ക്ഷീണത്തിന്റെയൊക്കെ ആ ഒരു തോന്നൽ കൊണ്ട് തോന്നുന്നതാണ്. സാരമില്ല ഗംഗ, സമാധാനത്തോടെ കിടന്നോളൂ എന്ന് പറഞ്ഞതും മഹിയുടെ വാക്കുകൾ വിശ്വസിച്ച് ഗംഗ വേഗം ബെഡിലേക്ക് മാളുവിനോട് ചേർന്ന് കിടന്നു. മഹി ഗംഗയെയും മാളുവിനെയും ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചു. ഈ സമയത്ത് മഹി ഗംഗയെ നോക്കിക്കൊണ്ട് അരികിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ മഹിക്ക് തന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ, മഹിയേട്ടന് തന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുമോ എന്ന് അറിയുവാനായി ഗംഗ എന്നുള്ള ഗൗരിയുടെ ആ ഒരു വിളി അത് മഹിക്ക് കേൾക്കാൻ കഴിയുമോ എന്നറിയാനായിട്ടായിരുന്നു ഗംഗ അങ്ങനെ ഒരു ശ്രമം നടത്തിയത്. എന്നാൽ അത് മഹിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്നില്ല എന്നും, അല്ലെങ്കിൽ ഗംഗയ്ക്ക് മാത്രമേ തന്റെ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ, മറ്റുള്ള ആർക്കും തന്റെ ശബ്ദം കേൾക്കാനാവില്ല എന്നുള്ള സത്യം ഗൗരി മനസ്സിലാക്കുന്നു. അല്പനേരത്തേക്ക് ഗംഗയുടെ അരികിൽ തന്നെ മഹി ഇരിക്കണം. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഗംഗ മയക്കത്തിലായെന്ന് മനസ്സിലാക്കിയ ഉടനെ മഹി പതുക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗംഗയും മാളൂട്ടിയും ബെഡിൽ സുഖമായി കിടന്നുറങ്ങി. രാത്രി കുറച്ചുകൂടി വളരെ വൈകി കഴിയുമ്പോഴേക്കും അർദ്ധരാത്രിയിലേക്ക് സമയമെത്തിയപ്പോ വീണ്ടും അവിടേക്ക് ഗൗരി എത്തണം. ഗംഗയ്ക്ക് തന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ എന്നതും ഗംഗ തന്നെ മനസ്സിലാക്കുമോ എന്നതുമായിരുന്നു ആ സമയത്ത് ഗൗരിയുടെ മനസ്സിലെ ആശങ്ക. അതുകൊണ്ട് ഒന്നുകൂടി പരീക്ഷിക്കാനായിട്ട് ഗംഗെ എന്ന് ഗൗരി വിളിച്ചു. ആ വിളി കേട്ട് പെട്ടെന്ന് ഗംഗ കണ്ണു തുറന്നു. ഗംഗ ചുറ്റുപാട് നോക്കി. അവിടെ എങ്ങും തന്നെ ആരെയും കാണാത്തത് കൊണ്ട് ഗംഗയ്ക്കാകെ സംശയമായി. ദൈവമേ, ഇതെന്താ ഇങ്ങനെ എന്ന ആശങ്കയോടെ ഗംഗ ചാടി എഴുന്നേറ്റു. വീണ്ടും ഗംഗ എന്നുള്ള ഗൗരിയുടെ വിളി കേട്ടതും ഗംഗ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ആരാ ആരാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഗംഗെ, പേടിക്കണ്ട, ഇത് ഞാനാ എന്ന് പറഞ്ഞ് ഗൗരി ഗംഗയെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു. ആരാ ആരാ എന്ന് ഗംഗയോട് വീണ്ടും ഗംഗ ഗൗരിയോട് അന്വേഷിച്ചു. ഗൗരി പറഞ്ഞു, ഗംഗ, ഇത് ഞാനാ ഗൗരി. അത് കേട്ടതും ഗംഗ വീണ്ടും ഞെട്ടി. ദൈവമേ, ഗൗരി ചേച്ചിയോ? ശ്രീമഹേശ്വര, എന്താ ഈ സംഭവിക്കുന്നത് എന്ന് ആശങ്കയോടെ ഗംഗ ഇങ്ങനെ ഞെട്ടലോടെ ചോദിച്ചു. ഗൗരി ചേച്ചി എങ്ങനെ ഇവിടെ വന്നേ എന്ന് ചോദിച്ചപ്പോ ഗംഗയോട് ഗൗരി പറഞ്ഞു, ഗംഗ, മുമ്പ് ഗംഗയെ വിളിച്ചത് ഞാൻ തന്നെയാ. ഗൗരി ചേച്ചിയുടെ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളല്ലോ, ഗൗരി ചേച്ചി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഗംഗ അന്വേഷിച്ചതും ഗൗരി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല ഗംഗയെ. ഗംഗയെ എങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്നെന്നും എനിക്കറിയില്ല. എന്നെ ഗംഗയ്ക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നും എനിക്കറിയില്ല എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. അത് കേട്ടതോടെ ഗംഗ വീണ്ടും സംശയത്തോടെ ചോദിച്ചു, അല്ല ഗൗരി ചേച്ചിക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, ഗംഗയോട് ഗൗരി അറിയിച്ചു, വിശ്വസിക്കണം ഗംഗെ, ഇത് സത്യമാണ്. ഞാൻ ഗംഗയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഗംഗ പേടിക്കണ്ട. എന്റെ മാളൂട്ടിയെയും മഹിയേട്ടനെയും ഇത്രത്തോളം സ്നേഹിക്കുകയും ഇത്രത്തോളം നന്നായി അവരെ നോക്കുകയും ചെയ്യുന്ന ഗംഗയെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഗംഗയെ ഉപദ്രവിക്കാൻ വരുന്നവരെയൊക്കെ അവരുടെ കയ്യിൽ നിന്നും, ഗംഗയെ ഓരോ ആപത്തിൽ നിന്നും ഞാൻ രക്ഷിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കൂടെ നടന്ന് ഗംഗയെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ രക്ഷിച്ചിരുന്നു എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. അത് കേട്ടതോടെ ഗംഗയ്ക്ക് ആകെ സംശയമായി. ഇതെല്ലാം ഗൗരി ചേച്ചി ചെയ്തെന്ന് പറഞ്ഞതും ഗൗരി തന്നെ പല അവസ്ഥയിലും രക്ഷിക്കാൻ ശ്രമിച്ചതും തന്നെ രക്ഷപ്പെടുത്തിയതുമൊക്കെ ഗംഗ ഓർമ്മിക്കുന്നു. അന്ന് ഹോസ്പിറ്റലിലായ സമയത്ത് മാളൂട്ടിക്ക് ആപത്തുണ്ടായപ്പോ മാളൂട്ടി അതിൽ നിന്ന് രക്ഷിക്കാനായി തന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പലപ്പോഴും തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അതുപോലെ തന്നെ അന്ന് ആ ബസ് അപകടം ഉണ്ടാകാൻ പോയ സമയത്തും അതിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത്, അതിനുശേഷം രാഹുലിന്റെ പിടിയിൽ നിന്ന് തന്നെ രക്ഷിച്ചത്, അങ്ങനെ അങ്ങനെ ഓരോ അവസരങ്ങളിലും തനിക്ക് തുണയായി എത്തിയത് അത് ഗൗരിയാണെന്നുള്ള സത്യം ഗംഗ മനസ്സിലാക്കി. ഉടനെ അത് ഓർത്തുകൊണ്ട് ഗംഗ ചോദിച്ചു, അപ്പോ അന്നൊക്കെ ഓരോ സമയത്തും ഓരോ പ്രശ്നത്തിൽ നിന്നും ഗൗരി ചേച്ചി എന്നെ രക്ഷിച്ചതോ? ഗൗരി ചേച്ചിയാണോ അന്ന് എന്നെ രക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോ ഗൗരി പറഞ്ഞു, അതെ ഗംഗെ. അപ്പോഴേക്കും ഗംഗയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയാതായി. ഗംഗ വേഗം തന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഓ, എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ശ്രീ മഹേശ്വരോ, എന്താ ഇത്, എന്താ ഇങ്ങനെയൊക്കെ, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നല്ലോ എന്ന് ഗംഗ തല തടവിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് കേട്ടതോടെ ഗൗരി പറഞ്ഞു, ഇന്നുണ്ടായ ഷോക്കും അതോടൊപ്പം തന്നെ ഗംഗയ്ക്ക് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അതിന്റെ കൂടി ഒരു ടെൻഷനും ഒക്കെയാണ് ഗംഗയ്ക്ക് പെട്ടെന്ന് തലവേദന എടുക്കാൻ കാരണം. എന്തായാലും ഗംഗ കിടന്നോളൂ, സുഖമായി കിടന്നു, പേടിക്കേണ്ട, ധൈര്യമായിട്ട് കിടന്നോളൂ എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. ശരി എന്ന് പറഞ്ഞ് ഗംഗ വീണ്ടും മാളൂട്ടിയോടൊപ്പം അവിടെ കിടന്നു. അപ്പോഴേക്കും ഗൗരി അവിടെ നിന്ന് മടങ്ങി.
പിറ്റേന്ന് രാവിലെ ഗംഗ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ശ്രീമഹേശ്വരന്റെ അരികിലെത്തി പ്രാർത്ഥനയോടെ ഗംഗ നിൽക്കുന്നു. ശ്രീമഹേശ്വര, ഇന്നലെ സത്യത്തിൽ മഹേട്ടൻ എന്റെ അരികിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, മഹേട്ടൻ ആ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ എന്റെ ഈ ജീവിതം അവസാനിക്കുമായിരുന്നു. ഇന്നലത്തോടെ ഞാൻ ഇല്ലാതാകുമായിരുന്നു. ഞാൻ മരിച്ചു പോകുമായിരുന്നു. ഭാഗ്യത്തിന് കൃത്യസമയത്താ മഹേട്ടൻ വന്ന് എന്നെ രക്ഷിച്ചത് എന്ന് ഗംഗ അറിയിച്ചു. അത് മാത്രമല്ല ശ്രീ മഹേശ്വര, ഇന്നലെ രാത്രിയിൽ ഗൗരിയേച്ചിയും എന്റെ അരികിൽ വന്നതുപോലെ, എന്നോട് സംസാരിച്ചതുപോലെ ഞാൻ സ്വപ്നം കണ്ടു. എന്റെ അരികിൽ വന്ന് എന്നോട് സംസാരിച്ചതായിട്ട്, എന്നെ എല്ലാ പ്രശ്നത്തിൽ നിന്നും ഗൗരി ചേച്ചി എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു എന്ന് ഗംഗ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു. അത് കേട്ടുകൊണ്ട് അവിടെ എത്തിയ ഗൗരി പെട്ടെന്ന് ആലോചിച്ചു. അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഇപ്പോഴും ഗംഗ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ഗംഗയുടെ അരികിൽ വന്നു എന്നത് ഗംഗ അതൊരു സ്വപ്നമായി തന്നെയാണ് കരുതുന്നത് എന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഗംഗ അക്കാര്യം പറയുന്നത് കേട്ട് വേഗം ഗൗരി അരികിൽ നിന്ന് വിളിച്ചു. ഗംഗെ. ആ വിളി കേട്ടതും ഗംഗ വീണ്ടും ഞെട്ടി. ശ്രീ മഹേശ്വര, ഗൗരിയേച്ചിയുടെ ശബ്ദമാണല്ലോ വീണ്ടും ഞാൻ കേൾക്കുന്നത്. അപ്പോ അത് സ്വപ്നമല്ലായിരുന്നോ എന്ന് ചോദിച്ച് ഗംഗ അതിശയത്തോടെ നോക്കുമ്പോ ഗൗരി പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഗംഗെ, ഇത് സ്വപ്നമല്ല, സത്യമാണെന്ന്. എന്നിട്ടും നിനക്ക് വിശ്വാസമായില്ലേ ഗംഗെ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, സ്വപ്നമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഗൗരിയേച്ചി ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. ഗംഗയോട് ഗൗരി പറഞ്ഞു, ഗംഗെ, ഞാൻ ഗംഗയെ പല പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചെന്ന് പറഞ്ഞില്ലേ. ഇന്നലെ തന്നെ നിന്നെ അപായപ്പെടുത്താനായി അവർ ശ്രമിച്ചതാണ്. നിന്നെ മനഃപൂർവ്വം ഷോക്ക് അടിപ്പിച്ചതാണ് അവർ. അങ്ങനെ ഷോക്ക് അടിപ്പിച്ച് നിന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ശ്രീമഹേശ്വരൻ തന്നെ നിനക്ക് തന്ന കഴിവാണ് എന്റെ ശബ്ദം കേൾക്കാൻ, അല്ലെങ്കിൽ കേൾക്കാനുള്ള ആ കഴിവ് നിനക്ക് ശ്രീമഹേശ്വരൻ പ്രദാനം ചെയ്തതാണ്. കാരണം ഇന്നലെ നിന്നെ അപായപ്പെടുത്താനായി ശ്രമിച്ചപ്പോ അതിൽ നിന്ന് നീ രക്ഷപ്പെടുകയും അതോടൊപ്പം എന്റെ ശബ്ദം നിനക്ക് കേൾക്കാനും കഴിയുന്ന ആ രണ്ട് കാര്യങ്ങളും ഭഗവാൻ തന്നെ നിനക്ക് തന്നു. ഇന്നലെ നിനക്ക് ആപത്ത് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഭയന്നിരുന്നു. എന്റെ മനസ്സ് എന്നോടത് പറഞ്ഞപ്പോ എങ്ങനെ നിന്നെ രക്ഷിക്കുമെന്നോർത്ത് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. ഇന്നലത്തെ ദിവസം ഞാൻ മരിച്ച നാള് വരുന്ന ദിവസമാണ്. അങ്ങനെ ആ നാള് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊരു ശക്തിയും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ആ ദിവസം ഞാൻ അശക്തിയായി മാറും. ഇന്നലെ ഗംഗയ്ക്ക് ആപത്ത് വരുന്നു എന്നറിഞ്ഞപ്പോ ഗംഗയെ രക്ഷിക്കാനാകാത്തതിന്റെ വഴിയിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും പണ്ടുള്ളവർ പറയാറില്ലേ ഗംഗെ, ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണയായി ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ഭഗവാൻ തന്നെ, ശ്രീമഹേശ്വരൻ തന്നെ ഗംഗയെ തുണച്ചു. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഗംഗയെ കാത്തുരക്ഷിച്ചു. കൃത്യസമയത്ത് ഭഗവാൻ ഗംഗയ്ക്ക് എല്ലാ വരദാനങ്ങളും നൽകി ഗംഗയെ രക്ഷിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ ഗംഗയ്ക്ക് കാവലായി നിന്നു. അതുകൊണ്ടാണ് ഗംഗയ്ക്ക് എന്റെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് കൂടി ഭഗവാൻ ഗംഗയ്ക്ക് തന്നത് എന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. അത് കേട്ടതും ഗൗരി പറഞ്ഞു, ഇപ്പോ ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോ ഒരു കഥ കേട്ടതുപോലെ, എനിക്ക് എന്റെ മുത്തശ്ശി പറഞ്ഞു തരാറുള്ള കഥകളിലെ ഏതോ ഒരു കഥാപാത്രം ഞാനായി മാറുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതും ഗംഗയോട് ഗൗരി പറഞ്ഞു, ഗംഗെ, ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. പലപ്പോഴും നിന്നെ അപായപ്പെടുത്താൻ പല രീതിയിലും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നിന്നെ ഇല്ലാതാക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഗംഗെ, അത് നീ മറക്കരുത്. പിന്നെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ നിന്നോട് സംസാരിക്കുന്നതും നിനക്ക് എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നതും ഈ വീട്ടിൽ മറ്റാരും അറിയരുത്. ആരോടും നീ ഇക്കാര്യം പറയരുത്. അങ്ങനെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ഉണ്ടെന്നുള്ള സത്യം ഇവിടെ പലർക്കും അറിയാം. കുറെ നാളുകളായി ഞാൻ ഈ വീട്ടിലുണ്ട്. ഞാൻ മരണപ്പെട്ട സമയത്ത് എനിക്കും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. എന്റെ മാളൂട്ടിയെയും മഹിയേട്ടനെയും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത്. പിന്നീട് എനിക്ക് ആ ഭാഗ്യം ദൈവം തന്നു. ഇപ്പൊ എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാം, എന്റെ മോളെ കാണാം. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞവർ എന്നെ പലവട്ടം ഇല്ലാതാക്കാനായി ഇവിടെ പല പൂജകളും പലപ്പോഴായി നടത്തിയിരുന്നു എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. അത് കേട്ടതും ഗൗരി പെട്ടെന്ന് ഓർമ്മിച്ചു താൻ അവിടേക്ക് വന്ന ദിവസം അവിടെ നടന്ന പൂജകളും അതിനുശേഷം പിന്നീട് പല തവണകളായി ആ വീട്ടിൽ താൻ പോലും അറിയാതെ, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നടത്തി വന്നിരുന്ന പൂജകളെ കുറിച്ച് ഗംഗ ഓർമ്മിച്ചു. ഉടനെ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഗംഗ അങ്ങനെ നിൽക്കുമ്പോ, അപ്പോ അതൊക്കെ ഗൗരിയേച്ചിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പൂജകളായിരുന്നു അല്ലേ എന്ന് ഗംഗ ചോദിച്ചപ്പോ ഗൗരി പറഞ്ഞു, അതേ ഗംഗെ, അത് തന്നെയായിരുന്നു ആ പൂജകളെല്ലാം തന്നെ. അതാ ഞാൻ പറഞ്ഞത്,
എന്റെ മോളെ, എന്റെ മാളൂട്ടിയെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല. ഇപ്പോ എനിക്ക് എന്റെ മോളെ കാണാം. ഞാനും ഗംഗയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ഇല്ലാതാക്കും. എനിക്ക് എന്റെ മോളെ കണ്ട് കൊതി തീർന്നിട്ടില്ല ഗംഗേ എന്ന് മാളുവിനെ കുറിച്ച് ഗംഗയോട് ഗൗരി അറിയിച്ചു. അത് കേട്ടതും മാളു പറഞ്ഞു, ഗൗരിയുടെ വാക്കുകൾ കേട്ട് ഗംഗ പറഞ്ഞു, ഇല്ല ഗൗരിയേച്ചി, ഞാനിത് ആരോടും പറയില്ല. ഒരു കാരണവശാലും ഞാനിത് ആരെയും അറിയിക്കില്ല എന്ന് പറഞ്ഞതും ഗൗരി ചോദിച്ചു, ഗംഗെ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യം പറയുവോ? അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, എന്താ ഗൗരീച്ചി? ഗൗരീച്ചി ചോദിച്ചോ എന്ന് പറഞ്ഞതും ഗംഗയോട് ഗൗരി ചോദിച്ചു, ഗംഗെ, നീ എന്തുകൊണ്ടാ മഹേട്ടനിൽ നിന്ന് അകന്നു മാറുന്നത്? അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, ഗൗരീച്ചി, അത് പിന്നെ ഞാനും മഹിയേട്ടന്റെ അമ്മയും കൂടി ഒരു ജ്യോത്സ്യന്റെ അരികിൽ പോയിരുന്നു. ആ ജ്യോത്സ്യൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗംഗ ഗൗരിയോട് പറയുന്നു. അതെല്ലാം കേട്ടതിന് ശേഷം ഗൗരി പറഞ്ഞു, ഗംഗെ, എന്നാ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഇത് അനുസരിക്കുവോ എന്ന് ചോദിച്ചതും, അങ്ങനെ നീ ചെയ്യാവോ എന്ന് ഗംഗയോട് ഗൗരി ചോദിച്ചു. എന്താ എന്താ ഗൗരീച്ചി എന്ന് ഗംഗ അന്വേഷിച്ചതും ഗൗരി പറഞ്ഞു, ഗംഗെ, നീ ഒരു കാര്യം ചെയ്യണം. നീ മഹിയേട്ടന്റെയും ഗംഗയുടെയും ജാതകങ്ങൾ മറ്റൊരു ജ്യോത്സ്യനെ കൊണ്ടുപോയി കാണിക്കണം. അത് നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ പോയാൽ മതി എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. ശരി ഗൗരീച്ചി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് ഗംഗ പറഞ്ഞതും ഗൗരി പറഞ്ഞു, എന്നാൽ ബാക്കി നീ പോയി വന്നതിന് ശേഷം, ഗംഗ പോയി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഗംഗെ, നീ അറിയാത്ത പല കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം എന്ന് ഗൗരി ഗംഗയോട് പറയുന്നു. അത് കേട്ടതിന് അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഗൗരി മറഞ്ഞു പോകുന്നു. ഗൗരി പോയി കഴിയുമ്പോഴേക്കും ഗംഗ വേഗം അതിശയത്തോടെ തനിക്കിതെല്ലാം കേൾക്കാൻ, ഗൗരിയേച്ചിയുടെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഭഗവാന്റെ മുന്നിൽ ചെന്ന പ്രാർത്ഥനയോടെ, ശ്രീ മഹേശ്വര, എനിക്ക് ഗൗരിയേച്ചിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞല്ലോ. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി എന്ത് ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ഗൗരിയേച്ചി ഉണ്ടല്ലോ. എപ്പോഴും എല്ലാ ആപത്തിൽ നിന്നും രക്ഷയ്ക്കായി എന്റെ തുണയായി ഗൗരിയേച്ചി ഉണ്ടാകണേ എന്ന് ശ്രീ മഹേശ്വരനോട് ഗംഗ പ്രാർത്ഥിക്കുന്നു. ഗൗരി മടങ്ങി പോകുന്നതിന് മുൻപ് ഗംഗയോട് പറയുകയും ചെയ്തു, ഗംഗെ, നിനക്ക് എന്ത് ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കല്. നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ആ നിമിഷം ഞാൻ നിന്റെ അരികിലെത്തും എന്ന് ഗൗരി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഗംഗ വേഗം ഭഗവാനോട് നന്ദി പറഞ്ഞ് ഗൗരി പറഞ്ഞതുപോലെ ഒരു ജ്യോത്സ്യനെ കാണുവാനായി ഗംഗ പുറപ്പെടുന്നു. മഹിയുടെയും ഗംഗയുടെയും ജാതകങ്ങളുമായിട്ട് ഗംഗ വേഗം ജ്യോത്സ്യന്റെ അരികിലേക്ക് എത്തി. അദ്ദേഹം കവടി നിർത്തിയതിനു ശേഷം ഗംഗയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി പറഞ്ഞ സമയവും നക്ഷത്രവും വെച്ച് ഞാൻ ഗണിച്ചു നോക്കി. ഇതിൽ കണ്ടത് എനിക്ക് വളരെയേറെ സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ ജാതകക്കാർ തമ്മിൽ 10ൽ 10 പൊരുത്തമാ ഉള്ളത് എന്ന് പറഞ്ഞത് ഉടനെ ഗംഗയ്ക്ക് വലിയ സന്തോഷമായി. സത്യമാണോ തിരുമേനി? അപ്പോ ഒരു പ്രശ്നവുമില്ലല്ലേ, ഒരു ദോഷവുമില്ലല്ലേ എന്ന് ചോദിച്ചതും ഉടനെ അദ്ദേഹം പറഞ്ഞു, ദോഷമില്ല എന്ന് മാത്രമല്ല, ശിവപാർവതിമാരെ പോലെ പൊരുത്തമുള്ള പാർവതിമാരുടെ എല്ലാ പൊരുത്തങ്ങളും, ശിവപാർവതിമാരെ പോലെ എല്ലാ രീതിയിലും നിങ്ങൾ ഒരുപോലെ, അല്ലെങ്കിൽ ഈ ജാതകക്കാർ ശിവപാർവതിമാരെ എങ്ങനെയാണോ ഒന്നിച്ചത് അതുപോലെ അവരെ പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ജാതകങ്ങളും എന്ന് അറിയിച്ചു. അത് കേട്ടതും ഗംഗ വളരെ സന്തോഷത്തോടെ ശ്രീ മഹേശ്വര എന്ന് പ്രാർത്ഥിച്ച് തന്റെ താലി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഭഗവാനോട് നന്ദി പറഞ്ഞു. പെട്ടെന്ന് ഗംഗ ഓർമ്മിച്ചു അന്ന് ദേവയാനിയോടൊപ്പം പോയപ്പോ ആ ജ്യോത്സ്യം പറഞ്ഞ വാക്കുകൾ. അത് കേട്ടോ ഓർത്തുകൊണ്ട് ഗംഗ ചോദിച്ചു, പക്ഷേ ജ്യോത്സ്യരെ, ഇതിനു മുമ്പ് മറ്റൊരു ജ്യോത്സ്യനരികിൽ ചെന്നപ്പോ അയാൾ പറഞ്ഞത് ഈ ജാതകങ്ങൾ തമ്മിൽ ദോഷമുണ്ടെന്നാണ് എന്നറിയിച്ചു. അപ്പോഴേക്കും ജ്യോത്സ്യൻ പറഞ്ഞു, കുട്ടി, ഞാൻ ഈ ജാതകങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ടും 10 വർഷക്കാലത്തിലേറെയായി. എത്രയോ വർഷമായി ഇതുപോലെ ജ്യോതിഷം നോക്കുന്നു, അതുപോലെ തന്നെ ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തവും നോക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇതുപോലെ 10ൽ 10 പൊരുത്തവും ഒത്തിണങ്ങിയ ഒരു ജാതകവും ഞാൻ കണ്ടിട്ടില്ല എന്ന് അറിയിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ഗംഗ അതിശയത്തോടെ ചോദിച്ചു, അപ്പോ ഞങ്ങൾ ഒന്നിച്ചാൽ ഒരു പ്രശ്നവുമില്ലല്ലേ? ഞാൻ കാരണം എന്റെ മഹിയേട്ടന് ഒരു ദോഷവും ഇല്ലല്ലേ എന്ന് ചോദിച്ചതും ഉടനെ അദ്ദേഹം പറഞ്ഞു, ദോഷമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടവർ തന്നെയാണ്. അതിന് ആരൊക്കെ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചാലും ഈ ജാതകക്കാർ തമ്മിൽ തീർച്ചയായിട്ടും ഒന്നിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, കുട്ടിയുടെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ തന്നെ എല്ലാം ഇല്ലാതാക്കുന്ന ജാതകമാണ് കുട്ടിയുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ഒന്നിനും നിങ്ങളെ ഇല്ലാതാക്കാനോ നിങ്ങളെ തോൽപ്പിക്കാനോ കഴിയില്ല എന്ന് ഗംഗയോട് അദ്ദേഹം അറിയിച്ചു.
പക്ഷേ ഒരു പ്രശ്നമുണ്ട് കുട്ടി എന്ന് പറഞ്ഞതും ഗംഗ ആകെ വിഷമത്തോടെ അദ്ദേഹത്തെ നോക്കി. ഉടനെ അദ്ദേഹം പറഞ്ഞു, കുട്ടി, ഇതുപോലെ എല്ലാം ഒത്തിണങ്ങിയ ജാതകമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും വലിയ ശത്രു വലയം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കാതിരിക്കാനായി അവർ പല ശ്രമങ്ങളും നടത്തും. അതിനെയൊക്കെ തരണം ചെയ്യണമെന്നും ഈശ്വര വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടാകണമെന്നും ഈശ്വരനെ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കണമെന്നും ഗംഗയോട് പറഞ്ഞു. അത് കേട്ടതും ഗംഗ ചോദിച്ചു, തിരുമേനി, അപ്പോ മഹിയേട്ടന് ഞാനൊപ്പമുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, കുട്ടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് തന്നെ ഭാഗ്യമാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ ഗംഗയ്ക്ക് വളരെയേറെ സന്തോഷമായി. കുട്ടി വളരെ സൂക്ഷിക്കണം. പലരുടെയും ചുറ്റുമുള്ള ശത്രുക്കളുടെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടാകും. നിങ്ങളെ അകറ്റാൻ പല രീതിയിലുള്ള നീക്കങ്ങൾ അവർ നടത്തും എന്ന് പറഞ്ഞതും എല്ലാം സൂക്ഷിച്ചോളം തിരുമേനി എന്ന് ഗംഗ മറുപടി നൽകി. അതിനുശേഷം അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് ഗംഗ അവിടുന്ന് പോരാൻ ഒരുങ്ങുമ്പോ ഗംഗ മനസ്സിൽ പ്രാർത്ഥിച്ചു, എന്റെയും മഹിയേട്ടന്റെയും മാളുവിന്റെയും ജീവിതത്തിൽ തിരികെ സന്തോഷം കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ശ്രീ മഹേശ്വര എന്ന് പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് കൈലാസത്തിലേക്ക് വന്നു കയറുന്നത് മറ്റൊരു ഗംഗയായിരുന്നു. ഗംഗയെ ഇത്രയും നാളും ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവയാനിയും മറ്റുള്ളവരും എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ഗംഗ വളരെ ഗൗരവത്തോടെ കൈലാസത്തിലേക്ക് മടങ്ങിയെത്തി. ഗംഗ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഹാളിലിരുന്ന് രാഹുലും ദേവയാനിയും കൈലാസം വീടിനെ എങ്ങനെ കൈക്കലാക്കണമെന്നും മഹിയെ എങ്ങനെ തകർക്കണമെന്നതിനെ കുറിച്ച് ഗൂഢാലോചന നടത്തുമ്പോഴാണ് ഗംഗ വാതുക്കലേക്ക് എത്തിയത്. ഗംഗ വരുന്നത് കണ്ട രാഹുൽ ദേവയാനിയോട് പറഞ്ഞു, ദാ അവളെത്തി. ഉടനെ ദേവയാനിയും രാഹുലും ഗംഗ വാതുക്കൽ വന്ന് നിൽക്കുന്നത് കണ്ട് വേഗം ചാടി എഴുന്നേറ്റു. ഗംഗ അവരെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ അവരെ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ദേവയാനി വിളിച്ചു, ഗംഗേ. ആ വിളി കേട്ട് ഗംഗ ദേഷ്യത്തോടെ നോക്കി. ഉടനെ തന്നെ ദേവയാനി പറഞ്ഞു, ഇവിടെ വാ. ഉടനെ തന്നെ ഗംഗ അരികിലേക്ക് എത്തിയതും ദേവയാനി ചോദിച്ചു, നീ എവിടെ പോയിരുന്നു ഗംഗേ? ഉടനെ ഗംഗ പറഞ്ഞു, ഞാൻ കടയിൽ വരെ പോയതാ എന്ന് പറഞ്ഞതും ഗംഗയുടെ മറുപടി കേട്ട് ദേവയാനി ചോദിച്ചു, കടയിലോ? നീ കടയിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗംഗ പറഞ്ഞു, പറഞ്ഞിട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്നൊരു അത്യാവശ്യം തോന്നി പോയി. എന്താ കടയിൽ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ, കടയിൽ പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗംഗ അന്വേഷിച്ചപ്പോ രാഹുൽ ചോദിച്ചു, അല്ല, കടയിൽ നീ പോയിട്ട് സാധനമൊന്നും നീ വാങ്ങിച്ചില്ലേ? നിന്റെ കയ്യിലൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, അതൊക്കെ എന്റെ ബാഗിലുണ്ട്. ഉടനെ ഗംഗയുടെ മറുപടി കേട്ട് രാഹുൽ പറഞ്ഞു, അതെന്താ നീ ബാഗിൽ വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ചേ എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, പെൺകുട്ടികൾക്ക് അങ്ങനെ പല സാധനങ്ങളും വാങ്ങിക്കാനുണ്ടാകും, അതെല്ലാം നിങ്ങളെ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഗംഗ ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നു. ഗംഗയുടെ ആ മറുപടിയും ആ ഗൗരവത്തോടെയുള്ള സംസാരവും ഭാവവും ഒക്കെ കണ്ടതോടെ രാഹുൽ ദേവയാനിയോട് പറഞ്ഞു, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവളുടെ സംസാരം കണ്ടില്ലേ എന്ന് കേട്ടതും ദേവയാനി പറഞ്ഞു, അതെ, അവളിൽ എന്തോ മാറ്റമുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണം, അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയേ തീരൂ, നോക്കാം എന്ന് പറഞ്ഞ് ദേവയാനി അതിനുള്ള വഴികൾ ആലോചിച്ചു നിന്നു. ഉടനെ റൂമിലേക്ക് എത്തിയ ഗംഗ വേഗത്തിൽ വാതിലടച്ചിട്ട് തന്റെ കയ്യിലെ ബാഗും പേഴ്സും ഒക്കെ അവിടെ എടുത്തു വെച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ തന്നോട് പൂജാരി ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ, ആ വിവരങ്ങൾ ഗൗരിയെ അറിയിക്കാനായുള്ള തിടുക്കമായിരുന്നു. പെട്ടെന്ന് തന്നെ ഗംഗ അതെല്ലാം അവിടെ വെച്ചിട്ട് ഗൗരീച്ചി എന്ന് രണ്ടു മൂന്ന് തവണ ഗംഗ വിളിക്കുന്നു. റൂമിലെത്തി ഗംഗ അങ്ങനെ വിളിച്ചിട്ടും ഗൗരിയുടെ മറുപടി ഒന്നും കേൾക്കാതായതോടെ ആകെ നിരാശയോടെ ഗംഗ ആ ബെഡിൽ ചെന്ന് അങ്ങനെ ഇരുന്നു. ഗംഗ ആ ബെഡിലേക്ക് ഇരുന്നതും പെട്ടെന്ന് മുന്നിൽ ഗൗരി വന്നു. ഗംഗെ എന്നുള്ള വിളി കേട്ടതും ഗൗരിയുടെ ആ ശബ്ദം കേട്ട് ഗംഗയ്ക്ക് ഒത്തിരി സന്തോഷമായി. സന്തോഷത്തോടെ ഗൗരി ചാടി എഴുന്നേറ്റു. ഉടനെ ഗൗരി ചോദിച്ചു, എന്താ ഗംഗെ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ? ജോത്സ്യനെ കണ്ടോ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, കണ്ടു ഗൗരീച്ചി, ഞാൻ ജോത്സ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഞാനും മഹിയേട്ടനും തമ്മിൽ 10ൽ 10 പൊരുത്തമുണ്ടെന്നും ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം ശിവപാർവതിമാരുടേത് പോലെ ഒത്തിണങ്ങിയ ജാതകമാണെന്നുമാണ് എന്ന് പറഞ്ഞതും ഉടനെ ഗൗരി പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത് അവരുടെ ചതിയാണെന്നും നിന്നെ അവർ ചതിയിൽപ്പെടുത്തുകയാണെന്നും നിന്നെ പറ്റിക്കുകയായിരുന്നെന്നും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് മറ്റൊരു ജ്യോത്സ്യനെ കൊണ്ടുപോയി ജാതകം കാണിക്കാൻ. ഇപ്പോ നിനക്കെല്ലാം മനസ്സിലായില്ലേ ഗംഗെ എന്ന് ചോദിച്ചതും ഗംഗ തലകുലുക്കി. മനസ്സിലായി ഗൗരിയേച്ചി, പക്ഷേ മഹിയേട്ടന്റെ അമ്മ എന്തുകൊണ്ടാ ഇങ്ങനെ പെരുമാറിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ഗംഗ അറിയിച്ചു. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ഗംഗെ, അവരെല്ലാവരും എന്നെയും മഹിയേട്ടനെയും അകറ്റിയതുപോലെ നിന്നെയും മഹിയേട്ടനെയും അകറ്റാനാണ് അവർ ശ്രമിക്കുന്നത്.
അതാണ് അവരിങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത്. അവരെയൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് ഗംഗെ. അവർ ഇതിലപ്പുറം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. നീ കരുതുന്ന പോലെയുള്ളവരല്ല അവരാരും തന്നെ. അതുകൊണ്ട് അതിനേക്കാളേറെ അവരുടെ പ്രവൃത്തികൾ അനുഭവിച്ചവളാണ് ഞാൻ. ഇനിയും നീയും ഞാനും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്നുള്ള സത്യം, ഗംഗയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന കാര്യം മറ്റാരും അറിയരുത് ഗംഗെ. അങ്ങനെ അറിഞ്ഞാൽ അവരെന്നെ പോലെ നിന്നെയും കൊല്ലും. നിന്റെയും ജീവൻ എടുക്കാൻ മടിക്കില്ല ഗംഗെ. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് ഗംഗയോട് പറയുമ്പോ ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ ഗൗരിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ ഗംഗ നിൽക്കുന്നു.